ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി സംസാരിക്കും. ക്രിപ്റ്റോ കറൻസിയെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രഡക്ഷനോ അതെന്താണെന്നുള്ളതല്ല. കാര്യം ഞങ്ങൾ ഓൾറെഡി 2-3 വീഡിയോ ക്രിപ്റ്റോ കറൻസിയെ പറ്റി ചെയ്തിട്ടുണ്ട്. അത് ഇത് ക്രിപ്റ്റോ കറൻസിയെ പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻട്രഡക്ഷനെ, അത് എന്താണ് അതിൻ്റെ എൻവയൺമെൻറ്റ്, അതിൻ്റെ എക്കോസിസ്റ്റം എന്താണ് എന്നൊക്കെ വളരെ ലളിതമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു 2-3 വീഡിയോസാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഞാൻ ചേർക്കാം. ഇപ്പം ഇന്ന് ഈ വിഷയം കൊണ്ടുവരാനുള്ള കാരണം ക്രിപ്റ്റോ കറൻസികൾ, എസ്പെഷ്യലി ബിറ്റ് കോയിൻ, എത്രയൊക്കെ ന്യൂസുകളിലായിരുന്നു. കാര്യം ബിറ്റ് കോയിൻ സ്പെഷ്യലി ഇതിൻ്റെ ഓൾ ടൈം ഹൈ 118,000 Kയിലാണ് ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ. അത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തിൽ 25% അതിനകത്ത് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഏപ്രിൽ ഇത് വളരെ താഴ്ന്നു പോയതാണ്, ഈ ഏപ്രിൽ 2025. കഴിഞ്ഞ ആഴ്ചയിൽ 8% സർജ് ഉണ്ടായി. അപ്പം അതുപോലെ തന്നെ എത്തർ, അതുപോലെ മറ്റുള്ള എല്ലാ കോയിൻസും, വളരെയധികം ഒത്തിരി കോയിൻസ് ഉണ്ടല്ലോ, ഒരുവിധപ്പെട്ട എല്ലാ കോയിനുകളും, അതായത് ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് തന്നെ വളരെ ഒരു സർജ് മോഡിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെ ഇതിനെ അത്യാവശ്യം അറിയാൻ മേത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ, ബിറ്റ് കോയിനാണ് ക്രിപ്റ്റോ കറൻസിയിലെ രാജാവ്. അവരാണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയും അവരാണ് ഇപ്പോഴും ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി. അത് കഴിഞ്ഞ് എതീറിയമിൻ്റെ എതർ ആണ് അടുത്തത്. പിന്നെ അതിൻ്റെ താഴെ പലരും വരുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളിന്ന് ആക്ച്വലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ചെറിയ വിഷയമല്ല, വളരെ ബ്രീഫായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിസർച്ച് ഉണ്ടായെന്നുള്ളത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ മാർക്കറ്റുകളൊക്കെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ വളരെ ഫ്ലാറ്റായിട്ട് പോവുകയാണ്. അതേസമയം ടെക് സ്റ്റോക്കുകളൊക്കെ ഒരു അല്പം ഉയർന്നു തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനലൈസിസ് ഉണ്ട്. അതായത് ബിറ്റ് കോയിൻ്റെ സർജും ഈ ടെക് സ്റ്റോക്കുകളുടെ സർജും വളരെ കോറിലേറ്റഡ് ആണെന്നുള്ളത് അതൊരു കാരണമായിരിക്കും. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലാറ്റ് ആകുന്ന സമയത്ത് ആണ് ഇൻവെസ്റ്റേഴ്സ് മറ്റുള്ള ഓപ്ഷൻസ് നോക്കുന്നത്. അതിലൊരു ഓപ്ഷനാണ് ഗോൾഡ്. അപ്പം ഗോൾഡിൽ ചെയ്യുന്നതിന് പകരം ആൾക്കാർ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സന്ദർഭം. അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി തന്നെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇതൊന്നുമല്ല, അത് നമ്മുടെ ട്രംപ് അല്ലെങ്കിൽ US അഡ്മിനിസ്ട്രേഷൻ്റെ ക്രിപ്റ്റോ കറൻസിയോടുള്ള ഒരു ആഭിമുഖ്യം, അതിനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള നിലപാട്, ബിറ്റ് കോയിനോട് പ്രത്യേകിച്ച്. അപ്പോൾ അത് തന്നെ ഫോർ എക്സാമ്പിൾ ജീനിയസ് ബിൽസ്, അതായത് കഴിഞ്ഞ ഇതിൽ ക്രിപ്റ്റോ വീക്ക് എന്നറിയപ്പെടുന്ന ഇതിൽ കുറേ ബില്ലുകൾ വരുന്നുണ്ട്. ജീനിയസ് ബിൽസ് എന്നറിയപ്പെടുന്ന ഒരു ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ബില്ലുകളെന്ന് പറഞ്ഞാൽ US ഫെഡ് ബിറ്റ് കോയിൻ റിസർവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനർത്ഥം ദർ വിൽ ബി ഡിമാൻഡ് ഫോർ ബിറ്റ് കോയിൻ, സോ ദാറ്റ് വിൽ ഇൻക്രീസ് ആക്ച്വലി ദ വാല്യൂ. ഇറ്റ് വിൽ ബി എ ബൂസ്റ്റ് ടു ദ ബിറ്റ് കോയിൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്തൊരു ബില്ല് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾക്ക് സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. ഈ സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ക്രിപ്റ്റോ കറൻസിയാണ്, പക്ഷേ അത് പെഗ് ചെയ്തിരിക്കുന്നത്, അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി, ഡോളർ, യെൻ, അതൊക്കെയാണ് ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞത്. ക്രിപ്റ്റോ കറൻസി ഫിയറ്റ് കറൻസി. അപ്പോൾ ഏതെങ്കിലും ഫിയറ്റ് കറൻസിയുമായിട്ടായിരിക്കും, എസ്പെഷ്യലി US ഡോളറുമായിട്ടായിരിക്കും ഈ ക്രിപ്റ്റോ കറൻസികൾ പെഗ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പെഗ് ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളെയാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രംപ് US അഡ്മിനിസ്ട്രേഷൻ്റെ ബിറ്റ് കോയിനോടും പൊതുവേ ഈ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയോടുള്ള ആഭിമുഖ്യം, അതിനെ ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ളത്, അതിന് കൂടുതൽ അതിനെ കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നതും ആണ് ഈ സർജ് ഉണ്ടാകാൻ, ക്രിപ്റ്റോ കറൻസി ആകമാന സർജ ഉണ്ടാകാനുള്ള കാരണം. കാര്യം പിന്നെ ഒത്തിരി പ്ലേയേഴ്സ് വരുന്നു. ഈ ഫെഡറൽ റിസർവ് ഉണ്ടാകുന്നു, പിന്നെ സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി, പിന്നെ ഈ പറഞ്ഞ പോലെ
മാർക്കറ്റ് പൊതുവേ ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ എക്കണോമി പൊതുവേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പല രാജ്യങ്ങളും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആൾക്കാർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കുന്നതിൽ ഗോൾഡ് അതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് ഉള്ള മാർഗങ്ങളിൽ ഇപ്പോൾ ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, വളരെ ബ്രീഫായിട്ട്. പക്ഷേ എനിവേ ഇത് ക്രിപ്റ്റോ കറൻസിയെ പറ്റി യാതൊരു ധാരണയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരടുത്ത വീഡിയോയുമായിട്ട് വരുന്നതും വരെ നമസ്കാരം. ഇത് വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. അതുപോലെ കമൻറ്റ്സ് കൊടുക്കണം, ഫീഡ്ബാക്ക് തരണം. താങ്ക് യു സോ മച്ച്.